എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന മഹീന്ദ്രയുടെ ഒരു മിനി ട്രക്കിന് പറ്റിയിട്ടാണ്, ഒരു ഗുഡ്സ് ക്യാരിയർ ട്രക്ക്. അതാണ് നമ്മുടെ മഹീന്ദ്രയുടെ സുപ്രോ പ്രൊഫിറ്റ് ട്രക്ക്. അപ്പോൾ ഈ വാഹനത്തിനെ പറ്റി നമ്മൾ പിന്നാണ് തുടങ്ങാൻ പോകുന്നത്. കാരണം ഈ വാഹനത്തിൻ്റെ ഒരു കമേഴ്ഷ്യൽ വാഹനം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നമ്മുടെ ഈ ബേ ആണ്. ലഗേജ് കയറ്റാനുള്ളൊരു ബേ. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്കിതിൽ 3 വേരിയൻസ് ആണ് വരുന്നത്. അതായത് സുപ്രോ പ്രൊഫിറ്റ് ട്രക്കിൽ മിനി വരുന്നുണ്ട്, മിനി എക്സൽ, പിന്നെ മാക്സി. ഇത് ആക്ച്വലി മാക്സിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാഡ്ജിങ് നമ്മൾ ഇവിടെ ഒരു ഗ്രാഫിക്കൽ ഡിസൈനിൽ നമ്മൾ മാക്സി കൊടുത്തിട്ടുണ്ട്. പക്ഷേ മിനിയിലാണെങ്കിൽ മിനിന്ന് എഴുതിയിട്ട് കാണിക്കും. അപ്പോൾ ഈ മിനിയും മാക്സിയും എന്താണ് വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. മിനി എക്സലും അതുപോലെ തന്നെ ഈ മാക്സിയും അതിൽ നമുക്ക് 8.2 അടിയാണ് ഈ ഒരു പിന്നത്തെ ബേ കപ്പാസിറ്റി വരുന്നത്. എന്നാൽ മിനിയിൽ നമുക്ക് 7.5 അടി മാത്രമേ വരൂ. അതായത് മിനി. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. എന്നാലും ഞാൻ നേരെ പറഞ്ഞുതരാം. മിനി എക്സൽ, പിന്നെ നമുക്ക് മാക്സിയിലും മിനി എക്സലിലും നമുക്ക് അടി സെയിം ആണ് വരുന്നത്. എന്നാൽ മിനിയിൽ നമുക്ക് 7.5 അടിയേ വരുന്നുള്ളൂ. എന്നാൽ ഇതിൽ 8.2 അടിയാണ് വരുന്നത്. അപ്പോൾ ഇത് മാക്സിയിൽ തന്നെ പിന്നെയും മിനി എക്സൽ മാക്സിയും അതിൽ തന്നെ പിന്നെയും സബ് വേരിയൻസ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇതിപ്പം ഞാൻ മാക്സിനെ പറ്റിയിട്ട് വിശദീകരിക്കാം. മാക്സിൽ നമുക്ക് VX വരുന്നുണ്ട്, ZX വരുന്നുണ്ട്, അങ്ങനെ വേരിയൻസ് വരുന്നുണ്ട്. ഇപ്പോൾ VX ആണ് നമ്മളുടെ അടുത്തുള്ളത്. ഇതിൽ നമുക്ക് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, എന്നാൽ AC വരുന്നില്ല. നമുക്ക് ZX അതായത് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ നമുക്ക് ACയും വരുന്നുണ്ട്. ACയുടെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പിന്നത്തെ. ഈ വണ്ടി 2 കളറിലാണ് അവൈലബിൾ ഉള്ളത്. ഈ റെഡും, ഇതൊരു ചെറിയ ടൈപ്പ് റെഡാണ്, കാണാൻ അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് കളറാണ്. പിന്നെ അതുപോലെ ഫ്രണ്ടിൽ കാണാൻ നല്ല അട്രാക്റ്റീവാണ്. പിന്നെ നമുക്ക് വരുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ്സും പിന്നെ ഹാലജൻ ഹെഡ് ലാംപ്സ്. ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. എയർ ഡാം ഒരു ചെറിയൊരു ക്രോസ് പാറ്റേൺ എയർ ഡാമാണ് കൊടുത്തിട്ടുള്ളത്. ബമ്പറൊക്കെ അഗൈൻ മാറ്റ് ഫിനിഷിലാണ്, റിഫ്ലക്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മഹീന്ദ്രയുടെ ആ ഒരു കമേഴ്ഷ്യൽ ലോഗോ കാണാം. പിന്നെ ഈ ഒരു സ്ലാറ്റ് ഗ്രില്ല് കാണാം. അത് എത്ര സ്ലാറ്റ് ഗ്രില്ല? 1 2 3 4 5 6. ഓക്കെ, 6 സ്ലാറ്റ് ഗ്രില്ലാണ് വരുന്നത്. നമ്മുടെ മഹീന്ദ്ര താർ റോക്സിലുണ്ടല്ലോ, അതിലുള്ള പോലെ അതേപോലത്തെ ഒരു സ്ലാറ്റ് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ സുപ്രോ പ്രൊഫിറ്റ് ട്രക്ക് എന്നൊരു ബാഡ്ജിങ് കാണാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വശം പറയുകയാണെങ്കിൽ ഉള്ള ഒരു ഡിസൈൻ. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻറ്റീരിയൽസിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ വീലിൻ്റെ സൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 14 ഇഞ്ചാണ്. എന്നാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിനി എക്സലിൽ നമുക്ക് 13 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഇതിൽ നമുക്ക് 14 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസാണ് വരുന്നത്. അത് അഗൈൻ മാക്സിൽ സൈസ് കൂടും. പിന്നെ നമുക്ക് ആ ഒരു വാണിംഗ് ട്രയാങ്കിളൊക്കെ വരുന്നുണ്ടല്ലോ, ജാക്കി, ആ ഒരു ഓപ്ഷൻസ് ഉള്ള സംഭവമാണത്. ഇത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ചെറിയ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തേക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്. അഗൈൻ ഇവിടെ ചെറിയൊരു ബുക്കോ, ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ ഇതൊരു കമേഴ്ഷ്യൽ വാഹനമായത് കാരണം ബില്ലും ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, അത് വെക്കാനൊരു സ്പേസ് മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്ക് ഇങ്ങനത്തെ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ മാനുവൽ ഹാൻഡിൽസും വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീരോയിൽ ഓട്ടോമാറ്റിക് സ്വിച്ച് വരുന്നുണ്ട്, പവർ വിൻഡോസ്. അടിപൊളിയല്ല. അപ്പോൾ വീരോൻ്റെ ഒരു അനിയൻ എന്നുള്ള രീതിയിലാണ് ഈ സുപ്രോ മിനി ട്രക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കയറി ഇരുന്നിരിക്കുകയാണ്. അത്യാവശ്യം ഇൻഗ്രേഷൻ കുഴപ്പമില്ല. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും ഡീസൻ്റ് ആണ്. പിന്നെ ഇൻഗ്രേഷൻ കയറി ഇരുന്നപ്പോഴും അത്യാവശ്യം കംഫർട്ടബിളായിട്ട് കയറിയിരിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചൊക്കെ അതിൻ്റെ അടുത്താണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു അഡ്ജസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റർ കൊടുത്ത് പിന്നിക്ക് നീക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് വരുന്നത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഇതാണ് ഹോണ്. നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചാവി നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ ചാവി തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മീറ്റർ കാണാം. അതിൽ തന്നെ 0 ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് സംഭവം കാണാം. സ്പീഡോമീറ്റർ ഉണ്ട്, ടാക്കോമീറ്റർ, അതുപോലെ തന്നെ ഫ്യൂൽ ഗോജ് കാണാം. സമയം കാണിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ മീറ്റർ റീഡിങ്ങും. ഇതാണ് സ്റ്റിയറിംഗ് വീല്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വൈപ്പറും ആ ഒരു ഓപ്ഷൻസ്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം. മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. മിനി വേരിയൻറ്റിലും മിനി എക്സലിലും നമുക്ക് 4+1, അതായത് ഇതിപ്പോൾ 1 2 3 4 5
5 ഗിയർ വരുന്നുണ്ട്. ടോപ്പ് സ്പീഡ് 80 പോവുക. പക്ഷേ മിനിയിൽ നമുക്ക് 4 ഗിയേഴ്സ് മാത്രമേ വരൂ. പിന്നെ ഒരു റിവേഴ്സ് ഗിയറാണ് വരിക. റിവേഴ്സ് ഗിയർ അതിലാവുമ്പോൾ ഇങ്ങോട്ടായിരിക്കും 4 ഗിയർ ഉള്ളപ്പോൾ. പക്ഷേ ഇതിപ്പോൾ 5th ഗിയറുള്ള കാരണം നമുക്ക് റിവേഴ്സിലാണ് വരുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 2 പേർക്ക് ഇരിക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സെയിൽസ്മാൻമാരുടെ ഒപ്പമാണ് വന്നത്. പക്ഷേ 2 പേർക്ക് ശരിക്കും പറഞ്ഞാൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഒരു സൈസ് കണ്ടാൽ തന്നെ അറിയാമല്ലോ. പക്ഷേ എന്നാൽ ഡ്രൈവർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അഗൈൻ ഇതാണ് ഡോർ പാഡ്സ് വരുന്നത്. അഗൈൻ ആ ഒരു കമേഴ്ഷ്യൽ ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെൻട്രൽ ഡാഷ്ബോർഡ് വരുന്നത്. ഹസാർഡ് ലൈറ്റ്സ്, പിന്നെ ചെറിയൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഒരു ഫോൺ പെട്ടെന്ന് അത്യാവശ്യം വെക്കുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള കാരണം ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ് പോവില്ല. ആ ഒരു ചെറിയൊരു തടസ്സം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും മ്യൂസിക് സിസ്റ്റം വല്ലതും വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ അഗൈൻ ഇവിടെ പ്രൊവിഷൻസ് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മഹീന്ദ്ര. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയർസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്ക് അഗൈൻ ക്യാബിൻ ലൈറ്റ്സ് വരുന്നുണ്ട്. ഇത് ഡോറിൻ്റെ ഓണാക്കാനും. പിന്നെ റെയർ വ്യൂ ക്യാമറയും സൺവൈസേഴ്സ്. നമുക്ക് പാസഞ്ചർ സൺവൈസേഴ്സ് കിട്ടില്ല. പിന്നെ ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് ആക്ച്വലി തുറക്കാൻ പറ്റും. ഇത് തുറന്നു കഴിഞ്ഞ് ഇവിടുന്ന് അൺലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഒന്നുകൂടി ഡാഷ്ബോർഡ് ഇൻറ്റീരിയേഴ്സ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടാവുക. അതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വളരെ കുറവാണ്. അപ്പോൾ ചെറിയ സ്ഥലത്തിട്ട് നമുക്ക് സുഖമായിട്ട് തിരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 196 മില്ലിമീറ്റർ ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. പിന്നെ എഞ്ചിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഡീസൽ എഞ്ചിനാണ്. 1 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 35.4 കിലോ വാട്ട് പവറും അതുപോലെ തന്നെ 100 Nm ഓഫ് ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ. നമുക്ക് CNG യിലും ഈ വാഹനം വരുന്നുണ്ട്. ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും. പാർക്ക് ലൈറ്റ് ഓണാക്കി തന്നെ വേണ്ട. നമുക്ക് വേണമെങ്കിൽ ഫുൾ ലൈറ്റ് ഓണാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ആക്ച്വലി വണ്ടി സ്റ്റാർട്ട് അല്ലാത്ത കാരണം ഒരു മിനിറ്റ്. ന്യൂട്രൽ ഇങ്ങനെയാണ് നമുക്ക് ഹെഡ് ലാംപ്സ് വരുന്നത്. അത്യാവശ്യം കാണാൻ നല്ലൊരു എസ്തെറ്റിക് ലുക്കാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സുപ്രോ പ്രോഫിറ്റ് ട്രക്ക്. ആ ഒരു പേരിൽ തന്നെയാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം നല്ല മൈലേജാണ്. മൈലേജ് പറയാൻ മറന്നു. 23 km/ലിറ്ററാണ് നമുക്ക് ഇതിൽ മൈലേജ് വരുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ പ്രണവ്, സൈനിങ് ഔട്ട്.